ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. വി അബ്ദുറഹിമാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തിരൂർ പോരൂർ വെള്ളേക്കാട് വീട്ടിൽ ആഹ്ലാദം മലതല്ലി. ഭാര്യ ഷാജിദയും മക്കളും ബന്ധുക്കളുമടക്കം ടെലിവിഷനിൽ കണ്ടാണ് സന്തോഷം പ്രകടിപ്പിച്ചത്. തുടർഭരണം നേടി ചരിത്രം സൃഷ്ടിച്ച പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തിരൂർ വെള്ളേക്കാട്ട് തറവാട്ടിലും ഏറെ ആഹ്ലാദമായിരുന്നു. മന്ത്രിസഭയിൽ ഇടം നേടിയ വെള്ളേക്കാട്ട് കുടുംബാംഗവും താനൂരിന്റെ MLA-യുമായ വി അബ്ദുറഹിമാൻ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുന്ന ധന്യനിമിഷം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കണ്ടത്. തിരൂർ നടുവിലങ്ങാടിയിലെ സഹോദരൻ ഡോക്ടർ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് TV-യിൽ ഇവർ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിച്ചത്. താനൂരിലെ വികസനങ്ങൾ മലപ്പുറം ജില്ലയുടെ ഏക മന്ത്രിയായി വി അബ്ദുറഹിമാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് സന്തോഷ കണ്ണൂരോടെയാണ് ഭാര്യ മക്കളും അടങ്ങുന്ന കുടുംബം സാക്ഷികളായത്. വി അബ്ദുറഹിമാൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ വരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം, അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. താനൂരിലെ വികസനങ്ങൾ വോട്ടായി മാറിയെന്നും വോട്ടർമാരോട് നന്ദിയുണ്ടെന്നും മന്ത്രിയായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാര്യ ഷാജിദ റഹ്മാനും മകൾ റിസ്വാന ഷെറിനും പറഞ്ഞു. സന്തോഷം, എല്ലാവരും സന്തോഷത്തിലാണ്. ഇതിൽ ഉപ്പനെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാ ജനങ്ങൾക്കും, വോട്ട് ചെയ്ത ജനങ്ങൾക്കും ഒരിക്കലും. കാരണം ലാസ്റ്റ് ടൈം നമ്മളെല്ലാവരും ഫുൾ ഫാമിലിയാ പോയത്. ഇപ്രാവശ്യം എന്തായാലും ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ കഴിയില്ലല്ലോ. അപ്പം ഏറ്റവും അങ്ങനത്തെ ഒരു കാണുന്നതല്ലേ, നല്ല ഹാപ്പിയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അതാണ് ശരിക്കും വോട്ടായിട്ട് മാറിയത്. മാത്രമല്ല റഹ്മാന്റെ ഒരു ഇടപെടലും ആളുകളോടുള്ള ഇടപെടലും അത് ശരിക്കും അതാണ് വോട്ടായിട്ട് മാറിയത്. അതിനോട് എങ്ങനെയാണ് കുടുംബം എന്നുള്ളതിൽ പ്രതികരിക്കുക? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ മണ്ഡലത്തെ ഞങ്ങളും നോക്കി കാണുന്നുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലമാണ്. ഞങ്ങൾ തിരൂർ മണ്ഡലമാണെങ്കിലും ഒരു 5-6 വീട് കഴിഞ്ഞാൽ തുടങ്ങും താനൂർ കോൺസ്റ്റിറ്റ്യുവൻസി. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഓരോ വികസന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആൾക്കാർ വന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തിൽ സായിദാത്തൻ്റെ ഒരു ഇടപെടൽ താനൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു. ആ ഒരു സമയത്തുള്ളൊരു നാട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വളരെ എല്ലാവരും നന്നായിട്ട് തന്നെയാണ്, നല്ല വൈബ് തന്നെയായിരുന്നു, നന്നായിട്ട് തന്നെ പ്രതികരിച്ചത്. അതുകൊണ്ട് ഒരു ഉറപ്പുണ്ട്, എന്തായാലും മൂപ്പര് ജയിക്കും എന്നുള്ളൊരു ഉറപ്പിച്ച് തന്നെ ഉണ്ടായിരുന്നു. അതെ. സഹോദരങ്ങളുടെ മക്കളും ഒന്നിച്ചാണ് ഇവർ സത്യപ്രതിജ്ഞ കണ്ടത്. 2 മണിയോടെ തന്നെ മാധ്യമപ്രവർത്തകർ മന്ത്രിയുടെ വീട്ടിലെത്തിയെങ്കിലും കുടുംബം സഹോദരൻ ഡോക്ടർ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞതോടെ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് നീങ്ങി. കുടുംബം പായസം നൽകിയാണ് മാധ്യമപ്രവർത്തകരെ വരവേറ്റത്. നിറഞ്ഞ സന്തോഷത്തോടെയാണ് കുടുംബം ചടങ്ങ് വീക്ഷിച്ചത്. തുടർന്ന് കേക്ക് മുറിച്ചും മിഠായി വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും കുടുംബാംഗങ്ങൾ സന്തോഷം പങ്കുവച്ചു.